أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവശക്തനും സർവാധിപതിയുമായ തമ്പുരാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. ശേഷിക്കുന്ന ജീവിതം അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നയിക്കാനുള്ള മഹാഭാഗ്യം നാം ഓരോ അടിമകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, അഭ്യുദയകാംക്ഷികൾ, ഗുണകാംക്ഷികൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ദീനിന്റെ വഴികളിൽ നമ്മെ സഹായിച്ചവർ, ഗുരുനാഥന്മാർ സർവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും അവർക്കും നമുക്കും എല്ലാം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശേഷിക്കുന്ന ജീവിതം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും അവരുടെ പരലോക ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും സന്തോഷകരമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കുഞ്ഞനുജൻ, അല്ലാഹു ആ പ്രിയപ്പെട്ട പൊന്നുമോൻ എല്ലാവിധമായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നു മുതൽ തുടങ്ങുന്ന ഏകാന്ത ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധമായ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വർഗാവകാശികളായ യുവാക്കളിൽ അല്ലാഹു ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അർശിന്റെ തണലിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അടിമകളിൽ അല്ലാഹു ആ സഹോദരനെയും നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകസ്മികമായ മരണങ്ങൾ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുസ്ലിം ലോകം ഹജ്ജിനെന്ന പോലെ തന്നെ ബലികർമ്മത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് തിരിയുകയാണ്. ബലികർമ്മത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും വളരെ ത്യാഗപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഓരോരുത്തരും ഉള്ളത്, അല്ലെങ്കിൽ മുസ്ലിം ലോകമുള്ളത്. ഓരോ ജമാഅത്തുകളിലും ബലികർമ്മത്തിന് വേണ്ടിയുള്ള മൃഗങ്ങളെ തയ്യാറാക്കുകയും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നന്മകളിൽ മത്സരിക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി നിയ്യത്ത് ചെയ്തവരുടെ നിയ്യത്തുകൾ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പരിപൂർണമായും ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ ആ പ്രവർത്തനത്തെ പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ സഹായം കൊണ്ട് അതിന് നമ്മെ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. ഏത് നിമിഷവും നമ്മൾ മരിക്കാം, അല്ലേ? ഓരോ മരണവും നമുക്കുള്ള പാഠമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നിസ്കരിച്ച മയ്യത്ത് നിസ്കാരം, ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത, അതെല്ലാം നമുക്ക് പാഠമാണ്. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെന്നോ എനിക്ക് ഉദ്ഹിയ കർമ്മത്തിൽ ചേരാമെന്നോ നമുക്ക് എങ്ങനെയാ ഉറപ്പു പറയാൻ കഴിയുക? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരും മാറി നിൽക്കരുത്, നന്മകളിൽ മത്സരിക്കണം. ഇന്നേവരെ ഉദ്ഹിയ കർമ്മത്തിൽ പങ്കുചേരാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ നടക്കും. അല്ലാഹു തആല നമ്മുടെ എല്ലാം നിയ്യത്തുകളെ കബൂലാക്കുമാറാവട്ടെ, പൂർത്തിയാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നന്മകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നടത്താൻ. വളരെ ഇഖ്ലാസോടുകൂടി വേണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ മുന്നിട്ടിറങ്ങാൻ. ഞാനാണ് ഏറ്റവും വലിയ മാടിനെ അറുക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജമാഅത്തിലാണ് ഏറ്റവും കൂടുതൽ മാറുകൾ അറുക്കപ്പെടുന്നത് എന്നുള്ള
ഒരു മാത്സര്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഹങ്കാരത്തിൻ്റെ ഭാവങ്ങളോ നമ്മിൽ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. നമ്മളിപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളോടൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അവിടെ എത്ര മാടിനെ അറുക്കുന്നത്? നമ്മുടെ ജമാഅത്തിൽ ഇത്രയും മാടുണ്ട്, അല്ലെങ്കിൽ ജമാഅത്തിൽ ഏറ്റവും വലിയ മാടിനെ അറുത്തത് ഞാനാണ്. ഇങ്ങനെ പരസ്പരം ഹുങ്ക നടിക്കാനുള്ള അവസരങ്ങളാക്കി ഓരോ അമലുകളുടെയും ഘട്ടങ്ങളെ മാറ്റുന്ന ഒരു സ്ഥിതി നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകളെ വൃഥാവിലാക്കും, നമ്മുടെ നന്മകളെയെല്ലാം നശിപ്പിച്ചു കളയുന്ന അത്തരത്തിലുള്ള ചിന്തകളെ നമ്മൾ മാറ്റിവെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ നന്മകളിലേക്ക് കടക്കാൻ. അതിനുവേണ്ടിയാണ് ആദ്യമേ തന്നെ ഇതിനെ ഉണർത്തുന്നത്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പൊങ്ങച്ചം പറയാനുള്ള അവസരങ്ങളാക്കി ഈ അവസരങ്ങളെ ഒരിക്കലും മാറ്റാതിരിക്കുക. ഒരിക്കലും പൊങ്ങച്ചത്തിന് വേണ്ടിയുള്ള അവസരങ്ങളാക്കി നമ്മുടെ അമലുകളെ പണയപ്പെടുത്താതിരിക്കുക. അത് അല്ലാഹുവിൻ്റെ പ്രീതി എന്ന യഥാർത്ഥ ലക്ഷ്യം, ആ ലക്ഷ്യം മാത്രമാവണം നമ്മുടെ മുന്നിലുണ്ടാവേണ്ടത്. നാട്ടുകാർക്ക് മാംസ വിതരണം മാത്രമായി പോകരുത്. അല്ലാത്ത പക്ഷം ജനങ്ങളുടെ പ്രശംസയാണ് നമ്മുടെ ഉള്ളിലുള്ളത് എങ്കിൽ അത് വെറും വൃഥാവിലായി പോവും. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയല്ല, അല്ലെങ്കിൽ പ്രീതിയോടൊപ്പം ജനങ്ങളുടെ പ്രശംസ കൂടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വൃഥാവിലായി പോകും. നമ്മുടെ നന്മകൾ അതിൽ നിന്ന് നഷ്ടമായി പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു തആല ഉണർത്തിയതെന്താണ്? ഫസല്ലി ലിറബ്ബിക വൻഹർ. നബിയെ, അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി അങ്ങ് നമസ്കരിക്കണം. ഫസല്ലി ലിറബ്ബിക, അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി അങ്ങ് നമസ്കരിക്കണം. പോരാ, അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി അങ്ങ് ബലികർമ്മം നടത്തണം നബിയെ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിൻ്റെ തിരുദൂതരെ നിർദ്ദേശിച്ചുവെങ്കിൽ, ഉപദേശിച്ചുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി നമ്മുടെ മനസ്സുകളെ സംശുദ്ധമാക്കണം. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ റബ്ബിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. അള്ളാഹു നമ്മുടെ നീയത്തുകൾ നന്നാക്കി നൽകുമാറാവട്ടെ. ജാഹിലിയ കാലഘട്ടത്തിൽ എന്താ ജനങ്ങൾ ചെയ്തിരുന്നത്? ജാഹിലിയ കാലഘട്ടത്തിൽ അന്നും ഉദ്ഹിയ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്നും ബലിദാനം ഉണ്ടായിരുന്നു. ഓരോ മാടുകളെ, മൃഗങ്ങളെ അറുത്തിട്ട് ആ മൃഗങ്ങളുടെ രക്തവും മാംസവും കൊണ്ടുവന്ന് പരിശുദ്ധമായ കഅബയുടെ ചുറ്റും വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ ജാഹിലിയ കാലഘട്ടത്തിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവോടുകൂടി പുണ്യ റസൂലിനെ അനുധാവനം ചെയ്ത അവിടുത്തെ പരിശുദ്ധ സ്വഹാബത്ത് ഇതെല്ലാം കണ്ടവരാണ്. കാന അഹ്ലുൽ ജാഹിലിയ്യത്തി യൻദഹൂനൽ ബൈത ബിലുഹൂമിൽ ഇബിലി വദിമായിഹ. നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ആ കാഴ്ചകൾ കണ്ടുവന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സ്വഹാബികൾ അവർ തീരുമാനമെടുത്തു. എന്താ തീരുമാനമെന്നറിയോ? അവർ ആ തീരുമാനം പറയാൻ തുടങ്ങി. ഫഖാല സ്വഹാബു റസൂലില്ലാ, ആ സ്വഹാബത്ത് പറയാൻ തുടങ്ങി, ഫനഹ്നു അഹഖു അൻ നൻദഹ, നമ്മളാണ് ഏറ്റവും ഉചിതർ, നമ്മളാണ് ബലിദാനം നൽകാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ. അതുകൊണ്ട് അവരെ കവച്ചു വെച്ചുകൊണ്ട് നമ്മൾ ആ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. അവരെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ ആ പ്രവർത്തനത്തിൽ മുന്നിട്ട് വരണം. ഈ സമയത്താണ് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അവിടെ നിന്ന് അവതരിക്കുന്നു. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ സത്യവിശ്വാസികളോട് പറയുന്നു, മോനെ, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. അല്ലാഹുവിന് ഒരു മൃഗത്തിൻ്റെയും രക്തം വേണ്ട, ഒരു മൃഗത്തിൻ്റെയും മാംസം അല്ലാഹുവിന് വേണ്ട. ആർക്കെങ്കിലും മുമ്പിൽ ഡംബ് പറയാനാണ്, അഹങ്കരിക്കാനാണ് മൃഗങ്ങളെ അറുക്കുന്നതെങ്കിൽ, ബലിദാനത്തിന് വേണ്ടി നാം ഓരോരുത്തരും ഷെയർ ചേർന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ അമലുകൾ വൃഥാവിലാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വെക്കുന്നു, വലാകി യനാലുഹു തഖ്വാ മിൻകും. പിന്നെന്താ അള്ളാഹുവിന് വേണ്ടത്? നിങ്ങളിൽ നിന്നുള്ള സംശുദ്ധത, നിങ്ങളിൽ നിന്നുള്ള ആ സൂക്ഷ്മത, തഖ്വ, ഉള്ളിലുള്ള നിഷ്കളങ്കമായ നീയത്ത്, ഇതാണ് റബ്ബിന് വേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അവരെ തോൽപ്പിക്കാം, അല്ലെങ്കിൽ അവരെക്കാരും വലുത്, അല്ലെങ്കിൽ അവരെക്കാരും ഉയർന്നു നിൽക്കാം, ഇളഞ്ഞു നിൽക്കാം എന്ന് കരുതി ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടുന്നത് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നതാണ്, സ്വാഭാവികമാണ്, മാനുഷികമാണ്. അതുകൊണ്ട് നീയത്ത് നന്നാക്കുക, അല്ലേ? സൂക്ഷ്മതയുടെ കർമ്മങ്ങളെ അള്ളാഹുവിന് വേണ്ടു, അല്ലാത്തത് വേണ്ട അള്ളാഹുവിന്. അതിന് മറ്റൊരു ഉദാഹരണമുണ്ട്. ഏതാ? ഹാബീലിൻ്റെയും ഹാബീലിൻ്റെയും സംഭവം. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹാബീലും ഹാബീലിനോടും അള്ളാഹുവിൻ്റെ നിർദ്ദേശം വന്നു. എന്താ നിർദ്ദേശം?
നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിന് വേണ്ടി ബലിദാനം നൽകണമെന്ന് നിർദ്ദേശം വന്നു. എന്താ ചെയ്തത്? ഹാബീൽ, തൻ്റെ ഒരു കർഷകനായിരുന്ന ഹാബീൽ തൻ്റെ അടുക്കൽ ഉള്ള ഏറ്റവും നികൃഷ്ടമായ നിന്ദ്യമായ ഉൽപ്പന്നങ്ങൾ അള്ളാഹുവിന് വേണ്ടി ബലിയായി നൽകി. തൻ്റെ അടുക്കലുള്ള ഏറ്റവും നിന്ദ്യമായത്, ഏറ്റവും കുറഞ്ഞത്, ചരിത്രത്തിൽ കാണാം, ഹാബീൽ കൊണ്ടുവച്ച ആ നിന്ദ്യമായ അവൻ്റെ ഉൽപ്പന്നങ്ങൾ, കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ, ആ പ്രൊഡക്റ്റുകളിൽ വെച്ച് ഏറ്റവും നല്ലതിനെ ഹാബീൽ പറക്കി ഭക്ഷിച്ചു എന്ന് കാണാം. എന്നിട്ട് അതിലും അവശേഷിക്കുന്ന, അതിലും നിന്ദ്യമായതിനെ അള്ളാഹുവിന് വെച്ചു. ഹാബീലോ തൻ്റെ അടുക്കലുള്ള ഏറ്റവും സുന്ദരമായ മൃഗത്തെ, തടിച്ചു കൊഴുത്ത, കാണാൻ ഭംഗിയുള്ള, തൻ്റെ അടുക്കൽ ഏറ്റവും നല്ല മൃഗത്തെ മഹാനായ ഹാബീൽ എന്നവർ അള്ളാഹുവിന് വേണ്ടി ബലിദാനം നൽകി. അല്ലേ? വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇത് ഖർബാ ഖുർബാനാ ഫതുഖ്ബില മിൻ അഹദിഹിമാ. രണ്ടുപേരും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ബലിദാനം നൽകി. എന്തേ നൽകിയതെന്നറിയുമോ? കർഷകനായിരുന്ന ഹാബീൽ തൻ്റെ പക്കലുള്ള ഏറ്റവും നികൃഷ്ടമായ വസ്തുക്കൾ റബ്ബിന് വേണ്ടി വെച്ചപ്പോൾ മഹാനായ ഹാബീൽ എന്നവർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തൻ്റെ അടുക്കലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ തന്നെ മാറ്റിവെച്ചു. അല്ലാഹു തആല അവരുടെ ബലിദാനത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. ഇത് ഖർബാ ഖുർബാനാ, അവർ രണ്ടുപേരും ബലിദാനം നൽകി. പക്ഷേ രണ്ടുപേരിൽ നിന്നും അള്ളാഹു സ്വീകരിച്ചില്ല. അവരിൽ ഒരാളുടെ ബലിദാനം മാത്രമാണ് അള്ളാഹു സ്വീകരിച്ചത്. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേ ആളുടെ ബലിദാനം അള്ളാഹു സ്വീകരിച്ചില്ല. അവിടെ അല്ലാഹു തആല പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹുവിന് വേണ്ടത് തഖ്വയുള്ളവരുടെ, സൂക്ഷ്മതയുള്ളവരുടെ, നിഷ്കളങ്കമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരുടെ അമലുകളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു പറഞ്ഞത് തഖ്വയുള്ളവർ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. എല്ലാവരുടെയും അമൽ വേണ്ട, എല്ലാവരുടെയും ബലിദാനം അല്ലാഹുവിന് വേണ്ട. വേണ്ടതാരുടെയാ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആരാണോ സൂക്ഷ്മതയോടെ, ഹൃദയ വിശുദ്ധിയോടെ ആ കർമ്മത്തിൽ ചേരുന്നത്, അവരുടെ അമലുകൾ മതി എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക? ആദ്യം നമ്മുടെ ഹൃദയം നന്നാക്കി അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതിപ്പോൾ നടക്കുന്നതാണ്. എങ്ങോട്ട് തിരിഞ്ഞാൽ, നമ്മൾ പള്ളിയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലുള്ള ചോദ്യം അല്ലെങ്കിൽ അവരുടെ പറച്ചിൽ, നമ്മൾ ഇത്രയും മറുക്കുന്നു, നിങ്ങൾ ഇത്രയോ, എന്തിനായിരുന്നു? നന്മകളിൽ മത്സരം വേണം, പക്ഷെ അഹങ്കരിക്കാനാവരുത്, അല്ലെങ്കിൽ പ്രശംസയ്ക്കാവരുത്, ആളുകളുടെ ഇടയിൽ നെളിയാനാകരുത്. അല്ലാഹു തആല നമ്മുടെ മനസ്സുകളെ സംശുദ്ധമാക്കട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു സ്വീകരിക്കട്ടെ. ദുആ ചെയ്തുകൊണ്ടിരിക്കണം, ധാരാളം ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞാനിങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ചേരാൻ പോവാൻ, നീ അത് സ്വീകരിക്കണം, വേണ്ട രൂപത്തിൽ അത് നടത്താൻ നിന്റെ സഹായം കൊണ്ട് നീ സഹായിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ വൃഥാവിലാക്കരുത്. ചിലർ പറയാറുണ്ട്, നമ്മൾ ജനങ്ങളോട് പറയുന്നെങ്കിലും നമ്മൾ പ്രശസ്തി ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രശസ്തിയോടൊപ്പം പ്രതിഫലം കൂടെ കാക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലേ? ചില വർത്തമാനങ്ങളിൽ അങ്ങനെ ഒരു സ്വരം കേട്ടിട്ടുണ്ട്. നമ്മൾ അത് പറയുക മാത്രമല്ല, നമ്മൾ പ്രതിഫലത്തെ കാക്ഷിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് എന്ന് പലപ്പോഴും പറയുന്നത് കേട്ടു. അല്ലേ? മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഇതുപോലൊരു സംഭവം വന്നു. എന്താ സംഭവം? പ്രശസ്തി ആഗ്രഹിക്കുന്നതിനോടൊപ്പം പ്രതിഫലത്തെയും കാക്ഷിക്കുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിക്കുന്നു, പ്രശസ്തിയും വേണം. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുദൂതരുടെ പ്രിയപ്പെട്ട നബിയുടെ അടുക്കലേക്ക് കടന്നു വന്നു. അവിടുന്ന് വന്നിട്ട് ആ മനുഷ്യൻ അവിടുന്ന് നബി തങ്ങളോട് ചോദിക്കുന്നു, അറഅയ്ത റജുലാ ഗസ യൽതമിസുൽ അജ്റ വദ്ദിക്റ. അല്ലാഹുവിന്റെ തിരുദൂതരെ, ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യുന്നുണ്ട് പ്രവാചകരെ. ആ മനുഷ്യൻ യുദ്ധം ചെയ്യുമ്പോ ആ മനുഷ്യൻ അല്ലാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രവാചകരെ. ആ കൂലിയോടൊപ്പം തന്നെ അവന് ജനങ്ങളുടെ ഇടയിലുള്ള പ്രശംസയും ആഗ്രഹിക്കുന്നുണ്ട് നബിയേ.
മാലഹു, അവൻ എന്താണ് കൂലി നബിയേ? അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുമ്പോ അവിടെ ആദരപ്പൂവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ലാ ശൈഅ ലഹു, അവൻ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല, അവനൊരു കൂലിയും അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ടാവുന്നതല്ല. ചോദ്യകർത്താവിന് വീണ്ടും സംശയം. അവിടെ ആഗതനായ മനുഷ്യൻ നബി തങ്ങളോട് വീണ്ടും ചോദിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിച്ചപ്പോഴെല്ലാം ആദരപ്പൂവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ ശൈഅ ലഹു, അവനൊരു നന്മയും ഉണ്ടായിരിക്കുന്നതേ അല്ല. ഈ സമയത്ത് പ്രവാചകൻ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസാ വബുതുഗിയ ബിഹി വജ്ഹുഹു. ആരെങ്കിലും ഏതെങ്കിലും നന്മകൾ ചെയ്താൽ എല്ലാ നന്മകളും അല്ലാഹു സ്വീകരിക്കൂല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അവന്റെ ഹൃദയം നിഷ്കളങ്കമാവണേ, അവന്റെ പ്രതീക്ഷ അല്ലാഹുവിന്റെ തൃപ്തി മാത്രമാവണേ. മറ്റൊരു തൃപ്തിയും മറ്റൊരു കാര്യവും അതിനോടുകൂടെ വരാൻ പാടില്ല എന്ന് സയ്യിദുനാ വശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസ്. നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളല്ലാത്ത ഒന്നും അല്ലാഹുവിന് വേണ്ട, അല്ലാഹു സ്വീകരിക്കില്ല. വബുതുഗിയ ബിഹാ, അതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തിയായിരിക്കണം, അല്ലാഹുവിന്റെ റിള, അവന്റെ വജ്ഹ്, അത് മാത്രമായിരിക്കണം അവന്റെ ഉദ്ദേശം, അത് മാത്രമേ ആവാവൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദ്യം നമ്മുടെ ഹൃദയം നന്നാക്കുക. ഈ അമലിലേക്ക് തിരിയുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം നന്നാക്കുക. എന്നിട്ട് ഈ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവരും മുന്നിട്ടിറങ്ങും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നല്ല എല്ലാ ശറഈന്റെ നിയമങ്ങൾ പാലിക്കാനുള്ള ശ്രമം നടക്കണം. ഏതെങ്കിലും രൂപത്തിൽ പൈസ കൊണ്ട് പള്ളി കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചിട്ട് പോയതുകൊണ്ട് അത് ഉഹിയാവൂല. ആ മൃഗത്തെ കാണുന്നില്ല, നീയത്തില്ല. ഇതിപ്പോൾ എല്ലായിടത്തും ഇതാ സംഭവിക്കുന്നത്. പള്ളിയിലെ കമ്മിറ്റിക്കാർ പൈസ പിരിക്കും, പൈസ കൊടുക്കും, അതിനപ്പുറത്ത് നീയത്തില്ല, മൃഗം ഏതെന്നറിയില്ല, ഒന്നും അറിയില്ല, എന്തോ കാട്ടിക്കൂടെ. ഇത് വെറും മാംസ വിതരണം മാത്രമായി, നന്മയാവൂല. അതുകൊണ്ട് കാര്യങ്ങൾ അതിൻ്റെ നിയമങ്ങളോടൊപ്പം നിയമങ്ങൾ അനുസരിച്ച് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തതുപോലെ വളരെ ശ്രദ്ധയോടുകൂടി ഈ വർഷവും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നമ്മൾ പരിശ്രമിച്ചാൽ ചെയ്യാൻ കഴിയും. നമ്മളൊക്കെ ഈ വർഷവും കാണും. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എല്ലാ നിയമങ്ങളും പാലിക്കപ്പെടുന്ന രീതിയിൽ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ നമുക്ക് ഈ വർഷവും ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ശ്രമം വേണം. അതുകൊണ്ട് എല്ലാവരും അതിൽ സഹകരിക്കണം. ആ നിയമങ്ങളിലെല്ലാം ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ ഉദ്ഹിയ കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ നേരിട്ട് പങ്കെടുക്കുകയും നിയത്ത് ചെയ്യുകയും ചെയ്യുക. അല്ലാത്തവർ വക്കാലത്ത് ഏൽപ്പിക്കുന്നവർ വക്കാലത്ത് ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് അതിനു മുമ്പ് ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിനോടുകൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കമ്മിറ്റിക്കാരെ ധരിപ്പിക്കുന്നുണ്ട്. അത് പ്രകാരമായിരിക്കും ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. അല്ലാഹു തആല അവൻ്റെ സഹായം കൊണ്ട് സഹായിക്കുമാറാവട്ടെ. അതുപോലെ ന്യൂനതകളിൽ നിന്നും മുക്തമായ, നമുക്കറിയാം ന്യൂനതകളൊക്കെ ഉള്ള മൃഗങ്ങളെ കിട്ടാൻ വളരെ എളുപ്പമാണ്, വില കുറവാണ് അല്ലേ. ന്യൂനതകളുള്ള മൃഗം, കാന്തുള്ള മൃഗം, ഇതൊന്നും ഉദ്ഹിയയ്ക്ക് പറ്റൂല. കാന്ത് പിടിച്ച മൃഗം, ഇതൊന്നും ഉദ്ഹിയ കർമ്മത്തിന് കഴിയൂല. അതുകൊണ്ട് ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമായ മൃഗമായിരിക്കണം. അള്ളാഹിൻ്റെ റസൂലിനോടൊരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ, നബിയെ, എന്താ ഉദ്ഹിയയ്ക്ക് അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ നിബന്ധന? ഏത് കാര്യങ്ങളിൽ നിന്നും അത് സുരക്ഷിതമായിരിക്കണം? മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കപ്പെട്ടു. ഈ സമയത്ത് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, അർബഉൻ, 4 കാര്യങ്ങളിൽ നിന്നും മൃഗം സുരക്ഷിതമായിരിക്കണം. 4 കോട്ടങ്ങളുള്ളതാവാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുന്നു, അൽ അർജാ അൽ ബൈന വൽഉഹാ. അതിൽ ഒന്നാമതായി വിശുദ്ധ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചത്
കാലിൽ മുടന്ത് ബാധിച്ചിട്ടുള്ള മൃഗമാണ്. അങ്ങനെയുള്ള മുടന്ത് വ്യക്തമായ മൃഗങ്ങളെ നിങ്ങൾ ഊഹിയ കർമ്മത്തിനു വേണ്ടി തിരഞ്ഞെടുക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത്തെ മൃഗത്തെ പരിചയപ്പെടുത്തുന്നു. വൽഔറാ അൽ ബയ്യിനു ഔറുഹാ. കാഴ്ച നഷ്ടപ്പെട്ടു പോയ മൃഗം, ഒറ്റ കണ്ണിന് മാത്രമാണ് കാഴ്ചയുള്ളത്. അങ്ങനെയുള്ള കാഴ്ച നഷ്ടപ്പെട്ടു പോയ അന്ധത വ്യക്തമായ മൃഗമുണ്ടല്ലോ, അങ്ങനെയുള്ള മൃഗത്തെയും ഉദ്ഹിയയ്ക്ക് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വൽ മരീദതു അൽ ബയ്യിനു മർദുഹാ. പ്രവാചകൻ മൂന്നാമതായിട്ട് അവിടുന്ന് പഠിപ്പിക്കുന്നു, രോഗം ബാധിച്ച മൃഗമുണ്ടല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വ്യക്തമായ മൃഗമുണ്ടല്ലോ, ആ മൃഗത്തിനെയും നിങ്ങൾ ഊഹിക്ക് വേണ്ടി തിരഞ്ഞെടുക്കരുത് എന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. പിന്നെ മജ്ജ ഇല്ലാത്ത മെലിഞ്ഞൊട്ടിയ ഒരുപാട് പ്രായം ഉണ്ടാവും അല്ലേ, 2 വയസ്സൊക്കെ പ്രായം ഉണ്ടാവും മാട്, പക്ഷേ അതിന് ഇറച്ചി ഉണ്ടാവില്ല, വളരെ ശോഷിച്ചു പോയ മൃഗങ്ങൾ, അതിനെയും നിങ്ങൾ ഉദ്ഹിക്ക് വേണ്ടി തിരഞ്ഞെടുക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ വില കുറവാണ്. അതുപോലെ തന്നെ ഭ്രാന്ത് പിടിച്ച ജീവികൾ അല്ലേ, ഇതിനൊക്കെ വില കുറവായിരിക്കും, പക്ഷേ ഇതിനെ നിങ്ങൾ ഉദ്ഹിക്ക് വേണ്ടി തിരഞ്ഞെടുക്കരുത് എന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് നിയമങ്ങളൊക്കെ പാലിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ഈ കർമ്മത്തിൽ പങ്കുചേരാൻ. അതുപോലെ ദുൽഹിജ്ജ 1 മുതൽ മുഖം, മുടി, നഖം പോലെയുള്ളവ മുറിക്കാതിരിക്കുക. ദുൽഹിജ്ജ 1 എന്ന് പറഞ്ഞാൽ വരുന്ന ചൊവ്വയോ ബുധനോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ അതൊക്കെ വൃത്തിയാക്കുക, നഖമൊക്കെ മുറിച്ച് മുടിയൊക്കെ എടുത്ത് എല്ലാം വൃത്തിയാവുക. ആ ദുൽഹിജ്ജ 1 മുതൽ ബലികർമ്മം വരെ എന്ത് ചെയ്യുക, മുടിയും നഖവും നീക്കാതിരിക്കാൻ സുന്നത്താണ്. അത് നീക്കൽ കറാഹത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണത് അല്ലേ. ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, മൻ കാന ലഹു ദിബുൻ യസ്ബഹു. ആർക്കെങ്കിലും ബലിദാനത്തിന് നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ബലിദാനം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ പിറവി കണ്ടാൽ, അതിന്റെ പിറ കണ്ടു കഴിഞ്ഞാൽ, ഫലാ യഖുദന്ന മിൻ ശഅരിഹി വലാ മിൻ അദ്ഫാരിഹി ശൈഅൻ ഹത്താ യുദ്ഹിയ. ഉദ്ഹിയ കർമ്മം വരേക്കും അവന്റെ ശരീരത്തിൽ നിന്നും നഖമോ മുടികളോ നീക്കം ചെയ്യരുത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ദുൽഹിജ്ജ 1 ആകുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നീക്കി ശുദ്ധമാവുക. ദുൽഹിജ്ജ 1 ശേഷം പിന്നെ ഇതൊന്നും നീക്കാൻ ചെയ്യാതിരിക്കുക. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഇതൊക്കെയും ശ്രദ്ധിക്കണം അല്ലേ, ഇതൊക്കെയും ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ച് അമൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ അമലുകൾക്ക് അല്ലാഹു തആല പരിപൂർണമായ പ്രതിഫലം നൽകുക. അതുപോലെ ഉദ്ഹിയ കർമ്മത്തിന് നിയ്യത്തുണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം നിയ്യത്തൊന്നും ഉണ്ടാവാറില്ല. നിയ്യത്തുണ്ടാവണം, നിയ്യത്ത് ചെയ്യണം. സുന്നത്തായ ഉദ്ഹിയെ ഞാൻ അറുക്കുന്നു എന്ന് കരുതണം. അതെപ്പോഴാണ് കരുതേണ്ടത്? ഒന്നുകിൽ ആ മൃഗത്തെ നമ്മൾ നിശ്ചയിക്കുമ്പോൾ കരുതുക, അല്ലെങ്കിൽ അറവ് നടത്താൻ പോകുന്ന സമയത്ത് കരുതുക. മൃഗത്തെ നിശ്ചയിക്കുമ്പോൾ കരുതിയാൽ പിന്നെ ഏതെങ്കിലും ന്യൂനതകൾ അതിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ അറുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് അറവ് നടത്തുന്ന സമയത്ത് കരുതലായിരിക്കും ഏറ്റവും ശ്രേഷ്ഠത. അതുപോലെ തന്നെ സുന്നത്തായ ഉദ്ഹിയ എന്ന് കരുതണം. അതാണ് പ്രബല അഭിപ്രായം. സുന്നത്തായ ഉദ്ഹിയ എന്ന് കരുതാത്ത പക്ഷം അത് ഫർളായ നിർബന്ധമായ ഉദ്ഹിയായിട്ട്, വെറും ഉദ്ഹിയ കർമ്മത്തെ ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതൽ കൊണ്ട് നിർബന്ധ ഉദ്ഹിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അങ്ങനെ സംഭവിച്ചാൽ അതിൽ നിന്നും ആ ഉദ്ഹിയ കർമ്മം നിർവഹിക്കുന്നവനോ അവൻ്റെ ആശ്രിതർക്കോ ഭക്ഷിക്കൽ അനുവാദമില്ല എന്ന് ഫിഖ്ഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സമയത്ത് കരുതുക, സുന്നത്തായ ഉദ്ഹിയ കർമ്മത്തിൽ ചേരുന്നു അല്ലെങ്കിൽ ഒരു ഉദ്ഹിയ കർമ്മം നിർവഹിക്കുന്നു എന്ന് കരുതുക. ഈ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക. അതുപോലെ തന്നെ
നമ്മൾ ബലിമൃഗം എന്ന് പറഞ്ഞാൽ വളരെ മാന്യതയോടുകൂടി വേണം അതിനോട് വർത്തിക്കാൻ, അല്ലേ? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനോട് എത്ര ഉള്ളവനായിരുന്നു, അല്ലേ? എത്രയോ സ്നേഹമുള്ള ആളായിരുന്നു മഹാനായ ഇസ്മായിൽ നബിയോട്. ആ സ്നേഹവും വാത്സല്യത്തോടും കൂടിയ മകനെയാണ് അവിടുന്ന് മഹാനായ ഇബ്രാഹിം നബിയോട് അറവ് നടത്താൻ കൽപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, ആ മൃഗങ്ങളാകൽ ഏറ്റവും നല്ലതാണ്. ആ മൃഗത്തോട് പ്രത്യേക അനുകമ്പയും സ്നേഹവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ മൃഗത്തെ അള്ളാഹുവിന് വേണ്ടി ബലിദാനം ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു മനസ്സാണ് ആ ഒരു സംഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ആ ഒരു അനുഭവം അതനുഭവിക്കാൻ അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ബലിമൃഗത്തോട് മാന്യമായിട്ട് പെരുമാറണം. ദുൽഹിജ്ജ് 1 മുതൽ അതിനെ എവിടെ കണ്ടാലും ബലിമൃഗമാണെന്ന് കണ്ടാൽ നമ്മളെന്ത് ചെയ്യണം? ആ ബലിമൃഗത്തിനെ കണ്ടാൽ, അല്ലെങ്കിൽ മൃഗങ്ങളെ കണ്ടാൽ, അറവ് നടത്തുന്നതിനുള്ള മൃഗങ്ങളെ കണ്ടാൽ തക്ബീറുകൾ ചൊല്ലണം, അല്ലേ? ആടുകളെ കാണുമ്പോൾ തക്ബീറുകളൊക്കെ ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹു തആല എല്ലാ നന്മകളും ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെ വളരെ ബഹുമാനത്തോടു കൂടി വേണം കാണാൻ. കഴിഞ്ഞ വർഷം എനിക്കറിയാം, ഇവിടെ ആ മൃഗത്തെ, ബലിദാനത്തിന് വേണ്ടിയുള്ള മൃഗത്തെ മേടിച്ച് കെട്ടിയതിന് ശേഷം എൻ്റെ മൃഗം ഏതാണെന്ന് വന്ന ആദ്യ ദിവസം തന്നെ മനസ്സിലാക്കിയത് മുതൽ എല്ലാ ദിവസങ്ങളിലും വന്ന് ആ മൃഗത്തിന് അത്ര പുരട്ടുന്ന സഹോദരനുണ്ടായിരുന്നു. ഇതൊക്കെ ബഹുമാനമാണ്. ആ മൃഗത്തോട് കാണിക്കുന്ന സ്നേഹവും ആ മൃഗത്തോട് കാണിക്കുന്ന ബഹുമാനമാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മൃഗങ്ങളാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശിആറുകളാണ്, അടയാളങ്ങളാണ്. ഈ അടയാളങ്ങളെ മാനിക്കുന്നവരാരോ ഫൈനഹാ മിൻ തഖ്വൽ ഖുലൂബ്, അവരുടെ ഖൽബിൻ്റെ ഉള്ളിൽ തഖ്വയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് വെറുതെ ഒരു മൃഗത്തെ കമ്മിറ്റിക്കാർ മേടിച്ച് നിർത്തും, അവരങ്ങ് അറുത്തോളും എന്നൊരു ചിന്ത വരരുത്. ഈ മൃഗത്തെ മേടിച്ച് നിർത്തുന്ന മൃഗത്തെ ഏതാണെന്ന് മനസ്സിലാക്കുകയും അതിനെ വരാനും ലാളിക്കാനൊക്കെ ഒരു സമയം കണ്ടെത്തുകയൊക്കെ വേണം. ആ മനുഷ്യൻ എല്ലാ ദിവസങ്ങളിലും വന്ന് അതിന് അത്ര പുരട്ടുമായിരുന്നു. ആ മനുഷ്യൻ അല്ലാഹു തആല അദ്ദേഹത്തിന് എല്ലാവിധമായ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ എല്ലാ നന്മകളിലും അതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അല്ലേ? ഇന്നിപ്പോൾ ധാരാളം ആളുകൾ ഉദയ ഇറക്കുന്നുണ്ട്. ഈ മൃഗത്തിനോട് ഏതോ ഒരു വിധമായ മര്യാദ ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ആ മൃഗത്തിനോട് ഒരു പരിഗണന ഉണ്ടാവൂല. ഏത് മൃഗങ്ങളാവട്ടെ, ഇനി ഉൽഹയ്ക്ക് വേണ്ടി അല്ലാത്ത മൃഗങ്ങളാവട്ടെ, ആ മൃഗങ്ങളെ അല്ലാഹു തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഭക്ഷിക്കാൻ. പക്ഷെ ആ മൃഗങ്ങളോട് പോലും നല്ല സമീപനം കാണിക്കാൻ, കാരുണ്യം കാണിക്കാൻ നമുക്ക് കഴിയണം, അല്ലേ? മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, ഇന്നല്ലാഹ തബാറക വ തആല കതബൽ ഇഹ്സാന അലാ കുല്ലി നിശ്ചയമായും അല്ലാഹു തആല എല്ലാ വിഷയങ്ങളിലും നന്മകൾ എഴുതിയിട്ടുണ്ട്. ഓരോ വിഷയങ്ങളിലും മനുഷ്യൻ ഇടപെടുമ്പോൾ എങ്ങനെയാണ് അവിടെ ഇടപെടേണ്ടത് എന്നുള്ള നന്മയുടെ വശങ്ങളെ അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കുന്നു, ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ലാ, നിങ്ങളൊരു മൃഗത്തെ അറുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചു തന്നതാണ്, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയുന്നതാണ്. ആ മൃഗത്തെ നിങ്ങൾ അറുക്കുന്നുവെങ്കിൽ പോലും ആ മൃഗത്തെ നല്ല രീതിയിൽ, ഗുണപരമായ രീതിയിൽ, മാന്യമായ രീതിയിൽ ആ നന്മ ചെയ്യണേ, അതിന് അറവ് നടത്തണേ എന്ന് പരിശുദ്ധ റസൂൽ. കൊല്ലുന്നുവെങ്കിൽ അങ്ങനെ കൊല്ലണം. ഫൈദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ, ആ ഒരു കൊല, ഇസ്ലാമിൻ്റെ ശരീഅത്ത് പ്രകാരമുള്ള കൊലയുണ്ടല്ലോ, ആ കൊല, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊന്നു, അവൻ്റെ നിയമപ്രകാരം അവനെ കൊല്ലുക എന്നുള്ളതാണല്ലോ. ആ മനുഷ്യനെ കൊല്ലുന്നതിൽ മാന്യത വേണം. ഒരു മൃഗത്തെ അറുക്കുമ്പോൾ ആ മൃഗത്തെ അറവ് നടത്തുന്നതിലും മാന്യത വേണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വികൃതമാക്കരുത്, അല്ലേ? അത് കാരുണ്യത്തിന് നിരക്കാത്തതാണ്, അല്ലേ? സന്തോഷത്തിൻ്റെ വേളകളിലൊന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാവരുത്. ഒരു ജീവിയുടെയും അവയവങ്ങൾ വെച്ചിട്ട് നമ്മൾ മാനമാടരുത്. അതിന് നികിട്ടമായിട്ട് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരരുത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വല്യുഹിദ്ദ അഹദുകും ശഫറതഹു വല്യുരിഹ ദബീഹതഹു,
മോനെ, നീ അറവ് നടത്താൻ ഉദ്ദേശിക്കുമ്പോ ആ മൃഗത്തിന്റെ മേൽ നീ കത്തിവെക്കുന്നതിന് മുമ്പ്, ആ മൃഗത്തിനെ അറക്കുന്നതിന് മുമ്പ് നിന്റെ കത്തിയുടെ മൂർച്ച നീ കൂട്ടിയേക്കണേ. മാത്രമല്ല, അറുത്ത് കഴിഞ്ഞാൽ അതിന് സമാധാനം കൊള്ളാനൊന്ന് അഴിച്ചു വിട്ടേക്കണേ, അതിന് വിശ്രമം നൽകണേ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാ പോയത് അല്ലെ? എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൃഗത്തിന് വെള്ളം കൊടുക്കണം, മറ്റൊന്നിന് മുന്തിയിട്ട് അറുക്കരുത്. ഇതൊക്കെ പള്ളിയിൽ നടക്കുന്നതൊക്കെ ക്രൂരതയാണ്. ബലികർമ്മം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില കാര്യങ്ങൾ ക്രൂരതയായിട്ട് തോന്നാറ്. ഒന്നിനെ മുമ്പേ കൊണ്ടിട്ട് ഒന്നിട്ട് മറ്റതിന് അറക്കും. ഒരു മറ ഉണ്ടാവൂലേ, ഒരു മറ, ആളുകളെങ്കിലും ഒന്ന് ചുറ്റും നിന്ന് മറഞ്ഞു നിന്നിട്ട് നമുക്ക് സഹിക്കോ നമ്മിൽപ്പെട്ട ഒരാളെ മുമ്പിൽ കൊണ്ടിട്ട്? ഇതൊക്കെ മാനുഷികമായിട്ട് നമുക്ക് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നടക്കണം. ഒന്നിനെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് മറ്റൊന്നിനെ അറുക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ കത്തിക്ക് മൂർച്ച കൂട്ടണം, അത് നേരത്തെ മൂർച്ച കൂട്ടണം അല്ലേ? പലരും മൃഗത്തെ കൊണ്ടുവന്ന് കിടത്തി വെള്ളവും കൊടുത്തിട്ടായിരിക്കും കത്തി ഒന്ന് തേക്കുന്നത് അതിൻ്റെ മുമ്പിലിട്ട് അല്ലേ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, അന്ന റജുലൻ അളജഅ ശാത, ഒരു മനുഷ്യൻ ഒരു ആട്ടിനെ മലർത്തി കിടത്തി, അതിനെ അറവിന് വേണ്ടി കിടത്തി. എന്നിട്ട് ആ മനുഷ്യൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി അതിനെ കിടത്തിയതിനു ശേഷം അടുത്തുള്ള പാറയിൽ ഉരച്ചിട്ട് മൂർച്ച കൂട്ടി. അല്ലാഹുവിന്റെ റസൂൽ ഇത് കാണുന്നുണ്ട്. അവിടെ നിന്ന് ഈ സമയത്ത് പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. ആദരപ്പൂവായ റസൂലുള്ളാഹി തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുന്നു, അതുരീദു അൻ തുമീതഹാ മൗതാ, അല്ലയോ മനുഷ്യ, ആ മൃഗത്തിനെ പല ആവർത്തി കൊല്ലാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോ? പല ആവർത്തി അതിനെ അറുക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇത് കാരുണ്യമില്ലാത്ത പ്രവൃത്തിയല്ലേ? അതുരീദു അൻ തുമീതഹാ മൗതാ ഹല്ലാ അഹത്ത ശഫറതക ഖബ്ല അൻ തുവജിഅഹാ, നീ ആ മൃഗത്തെ അറക്കുന്നതിന് മുമ്പ്, അറവ് നടത്താൻ വേണ്ടി കിടത്തുന്നതിന് മുമ്പ് നിന്റെ കത്തിക്ക് നിനക്ക് മൂർച്ച കൂട്ടാമായിരുന്നില്ലേ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലേ? ഈ അമലുകൾ അത് അമലല്ലാതാവരുത്. ഇത് അമലാവണം. നമുക്ക് അള്ളാഹിന് എടുക്കുന്ന പ്രതിഫലം വേണം. പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇത്. നേരെ വിപരീതമാകരുത്, ക്രൂരതയാകരുത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഒരു മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യൻ ചെയ്യുന്ന പണി എന്തെന്നറിയുമോ? യസ്ഹബു ഷാതം ബിരിജിലിഹാ ലിയസ്ബഹഹാ, ഒരു മൃഗത്തെ അറുക്കുന്നതിന് വേണ്ടി ആ മൃഗത്തിന്റെ കാലിൽ പിടിച്ചിട്ട്, ആടിന്റെ കാലിൽ പിടിച്ചിട്ട് വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുന്നു, അവിടുന്ന് പറയുന്നു, വൈലക ഖുദ്ഹാ ഇലൽ മൗതി ഖൗദൻ ജമീലാ, ഓനെ നിനക്കെല്ലാം നാശം ഉണ്ടാവട്ടെ, വൈലക്ക് നിനക്ക് നാശം ഉണ്ടാവട്ടെ. ഖുദ്ഹാ ഇലൽ മൗതി ഖൗദൻ ജമീലാ, നീ ആ ജീവിയെ അറക്കാൻ ഉദ്ദേശിക്കുമ്പോ മാന്യമായിട്ട് അതിനോട് ഇടപെട്ടുകൂടെ? അതിനെ മാന്യമായിട്ട് അതിന്റെ മരണത്തിലേക്ക് നയിച്ചൂടെ എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, നിങ്ങൾക്ക് മാന്യമായിട്ട് അതിനെ അറുത്തൂടെ അല്ലേ? ചില സമയത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നിന്ന ആ മൃഗത്തെ അറക്കുന്നതിന് മുമ്പ് അറുക്കുന്നവനെ അടികൊടുക്കാൻ പോകും അല്ലേ? അതിനെ മറിച്ചിടുന്ന രീതി ഒരു വല്ലാത്തൊരു രീതി. വളരെ മാന്യമായിട്ട് വേണം ഈ മൃഗങ്ങളോട് ഇടപെടാൻ. അത് ഏത് മൃഗമാവട്ടെ, അത് ഉദ്ധിക്ക് വേണ്ടിയുള്ള മൃഗമാവട്ടെ, അല്ലാത്ത മൃഗങ്ങളോടും കാരുണ്യത്തോടു കൂടി വേണം ഇടപെടാൻ. നല്ല പെരുമാറ്റം ഉണ്ടാവണം. അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നതാണ് എന്ന് വിചാരിച്ച് അതിനോട് ക്രൂരത കാട്ടാന്നാണോ? അല്ല. ഏത് കാര്യം അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇന്നല്ലാഹ തബാറക വതആല കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നന്മയായ വശങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
ആ നന്മയായ വശങ്ങളെ ഉൾക്കൊണ്ട് വേണം ആ നന്മകൾ വ്യാപൃതനാവാൻ. എങ്കിലേ നമ്മുടെ ആ അമൽ അള്ളാഹ്ക്ക് വേണ്ടു. വലാകിയനാലു തഖ്വ മിൻകും, അല്ലാതെ വേറൊന്നും അള്ളാഹ്ക്ക് വേണ്ട. എന്താ അള്ളാഹ്ക്ക് വേണ്ടത്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ വലാകിയനാലു തഖ്വ മിൻകും. നിങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മത, ആ ബഹുമാനം, ആ ദീനിനോടുള്ള ആ താല്പര്യം